അത് ആവേശ കമ്മിറ്റിക്കാരങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ പിറാവ് തന്നെ പോയി അത് മായ്പ്പിച്ച് കളഞ്ഞിട്ടുണ്ടല്ലോ. സ്ഥാനാർത്ഥിയൊന്നും തീരുമാനിച്ചിട്ടില്ല കേരളത്തിൽ. സ്ഥാനാർത്ഥിയൊക്കെ കോൺഗ്രസ് പാർട്ടിക്കൊരു നടപടിക്രമമുണ്ട്. ഇപ്പോൾ PEC രൂപീകരിച്ചിട്ടുണ്ട്. ആ PECയുടെ കമ്മിറ്റി ഉടനെ കൂടും. അവർ ചില തീരുമാനം എടുക്കും. അത് സെൻട്രൽ സ്ക്രീനിങ് കമ്മിറ്റിയിലേക്ക് പോകും. ആ പ്രൊസീജിയറടക്ക് ദേശീയ നേതൃത്വം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതിൻ്റെ നമുക്ക് നിർദ്ദേശിക്കാനും പറയാനും ഇവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ നമുക്കുണ്ട്. അതൊക്കെ നമ്മുടെ പാർട്ടിയിൽ അത് ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ നമ്മൾ ആലോചിച്ച് തീരുമാനമെടുക്കും. അതല്ല, അതൊക്കെ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ലേ. അതൊക്കെ ആവേശ കമ്മിറ്റി അതൊക്കെ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. സ്പിരിറ്റ് അല്ലേ. തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ആളുകൾ കടന്നു കഴിയുമ്പോൾ പ്രവർത്തകരുടെ ആവേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലൊരു വലിയ ക്യാമ്പയിൻ നടക്കുകയാണ്. അപ്പോൾ ആ സമരങ്ങളെ അടിച്ചമർത്തി ചോരയിൽ മുക്കി കൊന്ന് എന്നിട്ട് അതിൽ ആഹ്ലാദിച്ച് അതിൽ സന്തോഷിച്ച് മുഖ്യമന്ത്രി പോവുകയാണ്. ഈ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും പോലീസിനെ കയറൂരി വിട്ട്, ക്രിമിനലുകളെ കയറൂരി വിട്ട്, രാഷ്ട്രീയ എതിരാളികളുടെ ചോര വീഴ്ത്തിയ ഒരു സർക്കാരില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ മുഖ്യമന്ത്രി രക്തദാഹിയായ മുഖ്യമന്ത്രിയാണ്. കുഞ്ഞുങ്ങളുടെ ചോര ഭൂമിയിൽ പതിക്കുന്നത് കണ്ട് ആഹ്ലാദിക്കുന്ന മനസ്സുള്ള സാഡിസ്റ്റാണ്. പോലീസിനെ ഈ ഭരണം എന്നും ഉണ്ടാവും എന്നാണ്. മനസ്സിലായില്ലേ? ഏറ്റവും വലിയ കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ച ഏകാധിപതികളായ ഭരണാധികാരിയെ ആരാധിക്കുകയും അവരെ ആദരിക്കുകയും അവരെ മനസ്സിൽ കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഭരണാധികാരി. ഇദ്ദേഹത്തിന് അതിശക്തമായ തിരിച്ചടി കിട്ടും, ഒരു സംശയ കാര്യത്തിലില്ല. അതിശക്തമായി ഞങ്ങൾ പ്രതിരോധിക്കും. കേരളത്തിലെ യൂത്ത് കോൺഗ്രസും KSUവും കേരളത്തിലെ മഹിളാ കോൺഗ്രസും എല്ലാം വളരെ ശക്തിയായിട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. വലിയ ഒരു പ്രക്ഷോഭണത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇവരുടെ ഈ അടിച്ചമർത്തൽ കൊണ്ടൊന്നും ഇതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. അല്ല, അതൊക്കെ നമ്മളതെല്ലാം ആലോചിക്കും. താങ്കൾ പറഞ്ഞ പോയിൻ്റൊക്കെ ഞങ്ങൾ ആലോചിക്കും. അതൊക്കെ ചർച്ചയ്ക്ക് വയ്ക്കും. ഈ പറഞ്ഞ പോയിന്റ് വരട്ടെ. ഞങ്ങളതിനെക്കുറിച്ച് അതൊക്കെ അവിടുത്തെ ഒരു ലോക്കൽ സാഹചര്യത്തിൽ പറയുന്ന, ഞങ്ങളത് പറയാറൊന്നും ആയിട്ടില്ല. വരട്ടെ, പറയാം. ഏടാ.